ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇതാ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പാർക്കാണ് കേട്ടോ ഇത് ഈ നേരെ കാണുന്നത്. ഇന്ന് അത്യാവശ്യം നല്ല സൺലൈറ്റും അതുപോലെ തന്നെ ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വെതറാണ് കേട്ടോ ഇന്നത്തേത്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗ് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്ത് നമ്മുടെ ഈവനിങ് വ്ളോഗ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് വീഡിയോ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ചെറിയ ക്ലിപ്പൊക്കെ ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ട്രെയിൻ ഇറങ്ങി ഞാൻ എൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. വീട്ടിലോട്ട് പോയിട്ടില്ല. അതിൻ്റെ മുന്നേ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒരു 2 ബാസ്ക്കറ്റ് എടുക്കാണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് ഞാൻ കിച്ചണിലേക്ക് വാങ്ങിയതാണ്. നമ്മുടെ പാത്രം കഴുകുന്ന അതൊക്കെ അതിൻ്റെ സെറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ജിമ്മിൻ്റെ ഡ്രസ്സൊക്കെ എനിക്ക് വെക്കാൻ വേണ്ടിയിട്ടൊരു വാർഡ്രോബിൻ്റെ അകത്ത് വെക്കാനൊരു ബാസ്ക്കറ്റ് വേണം. ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ലോണ്ടറി ബാസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല എസ്തെറ്റിക് വൈബ് തരുന്ന സാധനങ്ങളാണ് കേട്ടോ ഇവിടെ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മുടെ മേക്കപ്പിൻ്റെ സാധനം ഓർഗനൈസ് ചെയ്യാനും ഡ്രസ്സിന് വേണ്ടിയിട്ട് നമുക്ക് കവർ ചെയ്തിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന സ്റ്റോറേജ് ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സ്റ്റോറേജിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ വന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ വാങ്ങണം എന്നൊക്കെ ഉള്ളത്. പിന്നെ കാണുന്ന എല്ലാം വാങ്ങാൻ തോന്നുന്നു. എല്ലാം ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ബാസ്ക്കറ്റ് ഈ ഒരു ക്രീം കളറാണ് ജിമ്മിൻ്റെ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് കുഷ്യൻസ് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയി നോക്കിയ കളർ എനിക്ക് കിട്ടിയില്ല. പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ കളക്ഷൻസ്. സെപ്റ്റംബറിൽ വിൻ്റർ ആവാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഒരുപാട് പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വിൻ്ററിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല രസമുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. തൊട്ട് നോക്കുമ്പോൾ തന്നെ ക്വാളിറ്റി അത്യാവശ്യം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ 1-2 എണ്ണമൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിക്കുക എന്ന് വിചാരിച്ചിട്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ചായ ഉണ്ടാക്കുകയാണ്. ഫാസിക്ക് ഇപ്പം തന്നെ ചായ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇത് ഞാൻ അസ്തയിൽ നിന്ന് വാങ്ങിച്ചാണ്. 4-4.5 മണിക്കൂർ വരെ നമുക്ക് ചൂട് കിട്ടും. ഞാനിത് ഇടയ്ക്ക് വർക്കിന് പോകുമ്പോൾ ഈ ഫ്ലാസ്ക് കൊണ്ടുപോകലുണ്ട് കേട്ടോ. അപ്പോൾ ചായ ആവുന്നവരെ എനിക്ക് വെയിറ്റ് ചെയ്ത സമയമില്ല. അതുകൊണ്ട് ഞാനൊരു പഴം എയർ ഫ്രയറിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ എയർ ഫ്രയറിലിട്ട പഴം. ഞാൻ ഇതിന് മുന്നേയും കാണിച്ചിട്ടുണ്ട്. ചായ ആയതിനു ശേഷം ഞാൻ പനീർ ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. ഇത് ഫാസ് ഉണ്ടാക്കി തന്നാണ്. കുറച്ചൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫാസിക്ക് വേണ്ടിയിട്ട് എയർ ഫ്രയറിൽ. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വൈകുന്നേരം കഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഞങ്ങൾ വീടിൻ്റെ ബാക്കിൽ വന്നിരിക്കുകയാണ്. ഇന്ന് അത്യാവശ്യം നല്ല വെതറാണ്. അപ്പോൾ ഇവിടെ ബാക്ക് സൈഡിൽ വന്ന് കുറച്ച് നേരം മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്ന് പിന്നെ നമ്മളൊന്ന് പാർക്കിലൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ജിമ്മിലൊക്കെ പോകണം നമുക്ക്. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിലേക്കാണ് കേട്ടോ. വീടിൻ്റെ നേരെ നോക്കുന്നത് തന്നെ പാർക്കാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാർക്കിൽ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ചില സമയത്ത് ഈവനിങ് ആകുമ്പോൾ നമ്മളിങ്ങനെ വന്ന് ഇരിക്കാറൊക്കെ ഉണ്ട്. നമുക്ക് ഓൾറെഡി ബാക്കിൽ ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇവിടെ വന്നിരിക്കുമ്പോൾ വേറെ രസമാണ്. ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ സമ്മർ ഓൾമോസ്റ്റ് കഴിയാനായിട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികളായിട്ടൊക്കെ ഒരുപാട് പേര് വൈകുന്നേരങ്ങളിൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. നല്ല വെതറാണ്, നല്ല ബ്യൂട്ടിഫുൾ വെതറാണ്. പിന്നെ നല്ല ഫ്രഷ് എയർ കൊണ്ട് ഇങ്ങനെ നടക്കുക പാർക്കിൽ.
അപ്പോൾ അത് ഈ പാർക്ക് നല്ല രസമുള്ള പാർക്ക്. അതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് കാണിക്കാൻ, ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം നമ്മൾ വീഡിയോ എടുക്കാൻ. അപ്പം അതിങ്ങനെ നോക്കിക്കാണ്ടും പറ്റുന്ന രീതിയിൽ എടുത്ത് കാണിച്ചു കൊടുക്കില്ല. ശേഷം ഇവിടെ ഒരു ടെന്നീസ് കോർട്ടൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഇവിടെ ഒരു ജിമ്മ്, ഔട്ട്ഡോർ പാർക്ക് ജിമ്മുണ്ട്. നമുക്ക് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇവിടെ ജിമ്മുണ്ട് ഔട്ട്ഡോർ. പിന്നെ അതേപോലെ തന്നെ ഒരു ടെന്നീസ് കോർട്ട് ഉണ്ട്. നമുക്ക് അത് ബുക്ക് ചെയ്ത് കാണി ടെന്നീസ് കോർട്ടിൽ വരും. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴും വെളിച്ചമുണ്ട് കേട്ടോ. നോർമലി ഒരു 9 മണി 8:30 അതുവരെ നമുക്ക് വെളിച്ചം കിട്ടും. പക്ഷെ ഇപ്പോൾ സെപ്റ്റംബർ ആകുമ്പോൾ നമ്മൾ വിൻ്ററിലേക്ക് കിടക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു സുഖമൊക്കെ പോയി കിട്ടും. എന്ന് വെച്ചാൽ തണുപ്പ് ഇഷ്ടമാണ്. തണുപ്പായ തോന്നും സമ്മറാണ് നല്ലതെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ലൈറ്റൊക്കെ കുറഞ്ഞ് വരും. വിൻ്റർ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇരുട്ടാവും. ഡേ ലൈറ്റൊക്കെ പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ ഞങ്ങൾ മാക്സിമം എന്താ പറയുക, പാർക്കിലേക്ക് വന്ന് ഈ ഇതൊക്കെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എല്ലാ വൈകുന്നേരം പറ്റുന്ന അത്രയും ഞങ്ങൾ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ പുറത്തൊക്കെ ഇറങ്ങും. പിന്നെ എന്താ പറയുക, ഇവിടെ സമ്മറിൻ്റെ സമയത്ത് നല്ല രസമാണ് കാണാനൊക്കെ. ഇപ്പം കുറച്ച് പുല്ലൊക്കെ ഇവിടെ ഉണങ്ങിയിട്ടുണ്ട് അല്ലേ. കാരണം ഇത് ഓരോ സീസണിലും ഈ പാർക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കാരണം കുറച്ച് മുന്നേ എനിക്ക് തോന്നുന്നത് സ്പ്രിംഗ് ആണെന്നാണ്. ആ ടൈമിൽ ഫുള്ള് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇപ്പൊ ഇവിടെ സമ്മർ ഇങ്ങനെ ചൂട് കുറഞ്ഞ് ഇപ്പൊ വിന്ററിലേക്ക് ആ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് യൂറോപ്പില് ഈ ഒരു ഭാഗം, വെസ്റ്റേൺ യൂറോപ്പ്. അപ്പൊ അത് കാരണം കൊണ്ട് ചെറിയ വെയിലൊക്കെ ആയിട്ട് ഇപ്പൊ പുല്ലൊക്കെ ഇങ്ങനെ ഉണങ്ങിയിട്ട് നിങ്ങളെ ശ്രദ്ധയിൽ കാണുന്നത് ഫുൾ ഗ്രീൻ ആയിരുന്നു. ഇപ്പൊ പുല്ലൊക്കെ ഉണങ്ങി, ഫ്ലവേഴ്സ് എല്ലാ പൂക്കളും കൊഴിഞ്ഞു പോയി, മരങ്ങളൊക്കെ കൊഴിഞ്ഞു ഉണങ്ങി നിൽക്കുന്നുണ്ട്. അത് തണുപ്പായി തുടങ്ങുമ്പോഴതാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇതായിരിക്കും. പക്ഷെ അത് വേറൊരു ഭംഗിയാണ്. നമ്മളെല്ലാം ജാക്കറ്റ് ഇട്ടിട്ട് പിന്നെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോഴും നമ്മളൊക്കെ ടീഷർട്ട് ഇട്ടിട്ട് ഇറങ്ങിയിട്ടുള്ളത്. കാരണം അത്ര തണുപ്പില്ല, നമുക്കൊരു AC ടെമ്പറേച്ചറേ ഉള്ളൂ. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞാൽ അടിപൊളി തണുപ്പായിരിക്കും. ജാക്കറ്റിലാണ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ സമ്മറിനോട് വിട പറയുന്നതിൻ്റെ ആ ഒരു രീതിയിൽ എല്ലാ ആളുകളും ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി അവരവരുടെ ടീഷർട്ടൊക്കെ ഇട്ട് ഇവിടുത്തെ വിറ്റാമിൻ ഡി, ഇവിടുത്തെ സൺലൈറ്റൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാണ്. കാരണം വിൻ്റർ ആകുമ്പോൾ ടോട്ടലി ഇവിടെയുള്ള ആളുകളൊക്കെ ഒന്നും കൂടി ഡിപ്രസ്ഡ് ആയിരിക്കും. സമ്മറിൽ അവരൊക്കെ ഒന്നും കൂടി ഹാപ്പിയും കാര്യങ്ങളായി. കാരണം ഒന്നും പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ഭയങ്കര പ്രസൻറ്റബിളായി ഇറങ്ങാം. കാരണം മറ്റേ ഫുൾ ജാക്കറ്റിലല്ലേ. പിന്നെ പറഞ്ഞാൽ ഈ സൺലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വിറ്റാമിൻ ഡി ബോഡിയിൽ ഉണ്ടാക്കാം. കണ്ടില്ലേ സൺ ബാക്കിൽ. അപ്പോൾ അത് കാരണം കൊണ്ടുള്ള ഹാപ്പിനെസ്സിൻ്റെ ബൂസ്റ്റിങ്, അങ്ങനെയൊക്കെ മൊത്തത്തിലൊരു പോസിറ്റീവ്നെസ് ആണ് ഇവിടെ സമ്മർ എന്ന് പറയുന്നത്. സമ്മർ തന്നെ ഇവിടെ ഒരു ഫെസ്റ്റിവൽ പോലെ ഒരു ആഘോഷമാണ് ഇവിടെയുള്ള ആളുകൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ ഈ പാർക്കിൽ ഇപ്പോൾ ഞങ്ങളിങ്ങനെ മനുഷ്യ വർക്ക് കഴിഞ്ഞ് വന്ന് ഞാൻ ഓഫായിരുന്നു. ഞങ്ങളിങ്ങനെ പാർക്കിൽ നടക്കാൻ ഇറങ്ങിയിട്ടാണ്. പിന്നെ എൻ്റെ ഓസ്മോ ഉണ്ടായിരുന്നു, നമ്മൾ ദുബായിൽ നിന്ന് വാങ്ങിയതിന്. അപ്പോൾ ഓസ്മോയുടെ ട്രെയിൽ നോക്കുന്നില്ല. അതാണ് ചിലപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങളുടെ കണ്ണും കൈയൊക്കെ പല ആംഗിളിലായിരിക്കും. അത് കാരണം ഞങ്ങൾ ഈ ഓസ്മോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കി നോക്കാം. പാർക്കിലെ ഓരോ ക്ലിപ്പും നമുക്ക് നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാം. നോക്കി ആ ഫേസിലേക്ക് ഇപ്പോൾ സണ്ണിങ്ങനെ അടിക്കുകയാണ്. അതാണ് ആ ഷൈനിങ്. നമ്മൾ സൺക്രീമൊക്കെ SPF 50 ഒക്കെ തേച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇന്നിപ്പോൾ നമുക്ക് കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സമയമുണ്ട് അത്യാവശ്യം നടക്കാനൊക്കെ. സാധാരണ വർക്ക് ചെയ്താൽ കുക്കിംഗ് ഉള്ള ദിവസമാണെങ്കിൽ കുക്ക് ചെയ്യാൻ കയറും, പിന്നെ ജിമ്മിനൊക്കെ പോവും. ഇന്നിപ്പോൾ റിലാക്സ് ആയിട്ട് കുക്ക് ചെയ്യാനുണ്ടോയെന്ന് വെച്ചാൽ കുക്ക് ചെയ്യാണ്ട്, പക്ഷെ മടി കാരണം ഇന്ന് ഞാൻ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നാളത്തേക്ക്. ഇനിയിപ്പോൾ കുറച്ച് നേരം നടന്ന് നമ്മൾ ജിമ്മിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ രാവിലെയൊക്കെ ജോഗിങ്ങിന്, ഈവനിങ് ഒക്കെ ജോഗിങ്ങിന് വേണമെങ്കിൽ നമുക്ക് വേറെ നടക്കാനും ഓടാനും ചാടാനൊക്കെ. പക്ഷെ അതിന് ഉള്ളൊരു സമയം കിട്ടലില്ല അല്ലേ. നമുക്ക് ഓഫുള്ള സമയത്ത് മാത്രമായിരിക്കും നമ്മൾ ഇങ്ങനെ
ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യലൊക്കെ. ഇതിനകത്ത് ഔട്ട്ഡോർ ജിം ഉണ്ട്, പക്ഷെ നമുക്ക് മറ്റേ ജിമ്മിൽ പോയിട്ട് പാട്ടൊക്കെ കേട്ട് അവിടെ ഈ മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ അതിൽ വർക്കൗട്ട് ചെയ്താൽ നമുക്കൊരു സംതൃപ്തി ഉള്ളൂ. അതുകൊണ്ട് അവിടെ വർക്കൗട്ട് ചെയ്യാതെ നോർമൽ ചെറിയ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇതിനകത്ത് തന്നെ പാർക്കിനകത്ത് തന്നെ ഇവിടെ ഒരുവിധ പാർക്കിലൊക്കെ ഉണ്ട് തോന്നുന്നു. അത്യാവശ്യം ഔട്ട്ഡോർ ജിമ്മ് കാര്യങ്ങള് ഈ പുള്ളപ്പും പുഷപ്പൊക്കെ എടുക്കാനുള്ളതും സ്റ്റമക്കിന് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ടെന്നീസ് കോർട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ സാധാരണ ഞങ്ങൾ സാറ്റർഡേ ഞങ്ങൾ എന്തെങ്കിലും ചെറിയൊരു വീഡിയോ എല്ലാ സാറ്റർഡേ ഇടണമെന്ന് ഒരു പ്രൊഡക്ടിവിറ്റി ഭാഗമായിട്ടുള്ള ഒരു ഇതിൽ വിചാരിച്ചിരിക്കുകയാണ് ഒരു ഡിസിഷൻ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇവിടുത്തെ കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇപ്പോൾ നമ്മുടെ ഇന്ന് ഞങ്ങൾ കുക്കിങ്ങും കാര്യങ്ങളൊന്നും നിഷ ചെയ്യുന്നില്ല, കാരണം ഇതുകൊണ്ട് ലിഷ കാരണം നമ്മൾ വീഡിയോ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് അങ്ങനെ അവിടെ ഇരിക്കാമെന്ന് കരുതി. നമ്മൾ ഈ ആൽബം സോങ്ങിലൊക്കെ കാണൂല്ലേ, അങ്ങനത്തെ ചെയറും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെ ഫ്രീ ആട്ടോ, കംപ്ലീറ്റ്ലി പാർക്ക് കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. എൻ്റെ ബാക്കിൽ ഞാൻ ക്ലിപ്പ് കാണിച്ചേ വീഡിയോനകത്ത്, എൻ്റെ ബാക്കിൽ കണ്ടില്ല. അപ്പോൾ ഇവിടെയുള്ള ഈ ഏരിയയിൽ ഈ കൗൺസിലുള്ള കുട്ടികളൊക്കെ കളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്ന ഓരോ നല്ല നല്ല കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഗവൺമെൻറ് ഉദ്ദേശിച്ചത് കൗൺസിൽ ഇങ്ങനെയുള്ള പാർക്കൊക്കെ ഉണ്ടാക്കി ഇവിടെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നതുകൊണ്ട് ഇപ്പം ഇവിടുത്തെ ടീനേജേഴ്സൊക്കെ ഒരുപാട് പേര് വഴിതെറ്റി പോകുന്നതൊക്കെ തടയാൻ പറ്റും. കാരണം കൂടുതലും ആളുകൾ ക്രിക്കറ്റും ഫുട്ബോളും ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവർ ടൈം നല്ല രീതിയിൽ അവർ പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വഴിയേറ്റി പോകുന്നതാണല്ലോ. അതൊക്കെ ഇങ്ങനെ ഓരോ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അത് മാത്രമല്ല, ടീനേജേഴ്സിന് മാത്രമല്ല, അങ്ങ് ബാക്കിൽ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടും പാർക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പം അവർക്കും ഭയങ്കര റീഫ്രഷ്മെൻ്റ് ആയിരിക്കും. ഞാൻ കാണിച്ചതേ കണ്ടില്ലേ. അപ്പോൾ കുട്ടികളായിട്ട് ഒരുപാട് രക്ഷിതാക്കളൊക്കെ വന്നിട്ട് പാർക്കിലൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും നല്ലൊരു ടൈം പാസും നല്ല രീതിയിൽ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെയുള്ള കൗൺസിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കൗൺസിൽ ടാക്സ് ഇറക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും, ടാക്സ് ഇറക്കുമ്പോൾ വിഷമം ഉണ്ടാവും. എന്നാൽ പോലും ഇതൊക്കെ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ്. വേണ്ട പോലെ യൂസ് ചെയ്താൽ മതി. അതെ, ഫ്രീ ആയി കിട്ടുന്നത് നമ്മൾ വേണ്ട പോലെ യൂസ് ചെയ്യാം. ഈ പാർക്കും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും, ഇവിടെ മാത്രമല്ല, ഞങ്ങളിപ്പോൾ UK ഒരുപാട് വീടുകളിൽ നമ്മൾ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ സ്ഥലത്തും പാർക്കുകളൊക്കെ ഒന്നിനൊന്നിനും വെച്ചായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇതിന് മുന്നേ താമസിച്ചെടുത്ത് വാലന്റൈൻസ് പാർക്ക് ഭയങ്കര വലിയ പാർക്കാണ് കേട്ടോ. നല്ല രസമാണ്. ഒരു അരുവിയൊക്കെ ഒഴുകുന്ന അരയണങ്ങളും താറാവൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇവിടെ അരയണങ്ങളൊന്നുമില്ല, പക്ഷെ ഭയങ്കര ഒരു കാമൻ ക്വയറ്റ്. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ സ്ഥലത്തും ഇപ്പൊ ഈ ലണ്ടനിലെ ഒരുവിധം സ്ഥലത്തൊക്കെ എൻ്റെ ഒരു അനുഭവത്തിൽ പാർക്കുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ആളുകളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടും അപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരമുള്ള സ്ഥലമല്ലേ ലണ്ടൻ. അപ്പം ഇവിടെയുള്ള കാര്യങ്ങളും അതൊക്കെ നമുക്ക് കാണിക്കാൻ ഇഷ്ടം. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ആരെങ്കിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ പറ്റിയിട്ട് അഡ്വാൻറ്റേജുകളൊക്കെ പറ്റിയിട്ട് നമ്മളിവിടെ 3 വർഷത്തിന്റെ മുകളിലായി ലണ്ടനിൽ താമസിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻ്റായി വന്ന് ഇപ്പോൾ ഇവിടെ വർക്ക് വിസയിലാണ് നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ലണ്ടനത്തെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കാം പാർക്കിലൂടെ. ഇങ്ങനെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഈ മരത്തിലേക്ക് നല്ല ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, LED ലൈറ്റ് ഉണ്ടല്ലോ. ഈ പാർക്കിന് ചുറ്റും ഇതേപോലെ ലൈറ്റ് കൊടുത്തിട്ട് നമ്മുടെ വിൻഡോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ രാത്രി നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഈ ലൈറ്റിന്റെ.
പാർക്കിന് ചുറ്റും ലൈറ്റാണ്. അങ്ങനെ നമ്മൾ പാർക്കിലൊക്കെ പോയതിന് ശേഷം നമ്മൾ ജിമ്മിൽ വന്നതാണ് കേട്ടോ. ഫൈനലി ഞാൻ രണ്ട് ദിവസമായിട്ട് ഞാൻ പോയിട്ടില്ല ജിമ്മിൽ. ഫാസി പറ്റുന്ന ദിവസമൊക്കെ പോവാറുണ്ട്. എനിക്കാണ് പലപ്പോഴും പറ്റാത്തൊരവസ്ഥ വരാറ്, മടി കാരണം അങ്ങനെയൊക്കെ പോവാതിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ വരാമെന്ന് ഓർത്ത് വന്നതാണ്. നമ്മൾ ഈ ജിമ്മിനൊക്കെ പോയിട്ട് പിന്നെ പോവാതിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറ്റബോധമാണ്. തടി കൂടുമോയെന്നൊക്കെ ഉള്ള അങ്ങനത്തെ കഷ്ടപ്പെട്ട് കുറച്ച് കഴിഞ്ഞ് എനിക്ക് വീണ്ടും അതിലോട്ട് പോവാൻ തീരെ താല്പര്യമില്ല. ഇപ്പോഴും ഞാൻ വെയിറ്റൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞ് സ്ലിമ്മാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം തടിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ ഒരു 10 കിലോ ഒക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചീറ്റ് ഡേ ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ ഒന്നും കൂടി ഞാൻ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എനിക്കിതിലും കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് കേട്ടോ. എനിക്ക് ഇനി പഴയ വെയിറ്റിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ല. ഞാൻ പഴയ വെയിറ്റൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യാം ഞാൻ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ എൻ്റെ വെയിറ്റ് എത്ര ആണ് എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. പിന്നെ ഞാൻ ഒന്നും കൂടി ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. വർക്കൗട്ടും അതുപോലെ തന്നെ മെയിനായിട്ട് ഫുഡൊക്കെ ഒന്നും കൂടി കൺട്രോൾ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കൂട്ടുന്നതായിരിക്കും കേട്ടോ. അതിൽ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും കണ്ടിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അതും നല്ലതാണല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ മെഷീൻസ് യൂസ് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല. ചെറിയ വർക്കൗട്ടുകൾ മാത്രമാണ് കാണിക്കുന്നത്. ഒരു വാമപ്പ് പോലെ ചെയ്യുന്നത് മാത്രമാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. കാരണം ജിമ്മിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊക്കെ ക്ലിപ്പ് എടുത്താൽ മതി, ഫുള്ളായിട്ട് എടുത്ത് ബോറടിപ്പിക്കണ്ടല്ലോ എന്നും വിചാരിച്ചു. ബാക്കിയുള്ള ആളുകളെ ഡിസ്റ്റർബ് ചെയ്യാനും പാടില്ലല്ലോ, അതാണ് കേട്ടോ ഇങ്ങനെ എടുത്തത്. അപ്പോൾ ഇതാ നമ്മൾ ജിമ്മൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നല്ലൊരു ഷവറൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ഇനിയൊന്നുമില്ല, നമ്മൾ കിടക്കാൻ പോവാണ്. ഇനി നാളെ വർക്കൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.